നമസ്കാരം. വി ആർ ഫാർമ ഗൈഡ് മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും തലവേദന വന്നാലും ശരീരവേദന ഉണ്ടായാലും സന്ധിവേദന വന്നാലും ഉടനെ വേദനയ്ക്കുള്ള മരുന്ന് കഴിക്കുന്നവരാണ്. ചിലർക്ക് ഇത് ദിവസവും കഴിക്കുന്ന ശീലം പോലും ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം അറിയാമോ? വേദന കുറയ്ക്കുന്ന ഈ മരുന്നുകൾ അമിതമായി ഉപയോഗിച്ചാൽ ശരീരത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് വേദനയ്ക്കുള്ള മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അധികമായി കഴിച്ചാൽ എന്ത് സംഭവിക്കും, എപ്പോഴാണ് കഴിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ആദ്യം വേദനയ്ക്കുള്ള മരുന്നുകൾ എന്താണ്? ശരീരത്തിൽ വേദനയും നീർക്കെട്ടും ഉണ്ടാകുമ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന രാസപദാർത്ഥം കൂടുതലായി ഉണ്ടാകും. വേദനയ്ക്കുള്ള മരുന്നുകൾ ഈ രാസപദാർത്ഥത്തിൻ്റെ പ്രവർത്തനം കുറച്ചാണ് വേദനയും നീർക്കെട്ടും കുറയ്ക്കുന്നത്. ഇപ്പോൾ സാധാരണ ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന ചില മരുന്നുകളാണ് പാരസെറ്റാമോൾ, ഐബുപ്രോഫൻ, ഡൈക്ലോഫിനാക്ക് എന്നിവ. പാരസെറ്റാമോൾ സാധാരണ പനി, തലവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് കൂടുതലായി ഉപയോഗിക്കും. ഐബുപ്രോഫൻ, ഡൈക്ലോഫിനാക്ക് പോലുള്ള മരുന്നുകൾ സന്ധിവേദന, ശരീരവേദന പോലുള്ള അവസ്ഥകളിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവ സുരക്ഷിതമാണെന്ന് കരുതി സ്ഥിരമായി കഴിക്കുന്നത് അപകടകരമാണ്. ആദ്യമായി വരാൻ സാധ്യതയുള്ള പ്രശ്നം വയറിലെ അസ്വസ്ഥതയാണ്. ഇത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ പുളിച്ചു തികട്ടൽ, വയറുവേദന, നെഞ്ചിരിച്ചിൽ, ചിലപ്പോൾ അൾസർ വരെ ഉണ്ടാകാം. അടുത്തത് വൃക്കയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പ്രത്യേകിച്ച് നേരത്തെ വൃക്ക സംബന്ധമായ പ്രശ്നമുള്ളവർ ഈ മരുന്നുകൾ അധികമായി ഉപയോഗിച്ചാൽ വൃക്കയുടെ പ്രവർത്തനം കുറയുവാൻ സാധ്യതയുണ്ട്. പാരസെറ്റാമോൾ അധിക അളവിൽ കഴിച്ചാൽ കരളിനും അപകടം ഉണ്ടാകാം. ചിലർ ഒരു ഗുളിക കൊണ്ട് വേദന മാറിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കഴിക്കും. ഇത് വളരെ അപകടകരമാണ്. മറ്റൊരു പ്രധാന കാര്യം, വേദന വീണ്ടും വീണ്ടും വരുമ്പോൾ സ്ഥിരമായി മരുന്ന് കഴിച്ച് മറയ്ക്കുന്നത് ശരിയായ രീതിയല്ല. ഉദാഹരണത്തിന് സ്ഥിരമായ തലവേദന, നെഞ്ചുവേദന, സന്ധികളിൽ വീക്കം, കടുത്ത ശരീരവേദന ഇവ ചിലപ്പോൾ വലിയ രോഗങ്ങളുടെ ലക്ഷണമായിരിക്കും. അതുകൊണ്ട് വേദനയ്ക്കുള്ള മരുന്നുകൾ താൽക്കാലിക ആശ്വാസം മാത്രമാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി കുട്ടികൾക്ക് വേദനയ്ക്കുള്ള മരുന്ന് കൊടുക്കുമ്പോൾ ചില മാതാപിതാക്കൾ കുട്ടിക്ക് പനി വന്നാൽ വീട്ടിലുള്ള മരുന്ന് നേരെ കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാ വേദനയ്ക്കുള്ള മരുന്നുകളും കുട്ടികൾക്ക് സുരക്ഷിതമല്ല. സാധാരണ പാരസെറ്റാമോളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ഐബുപ്രോഫൻ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ മരുന്നിൻ്റെ അളവ് തീരുമാനിക്കുന്നത് കുട്ടിയുടെ വയസ്സ് നോക്കിയല്ല, മറിച്ച് ശരീരഭാരം നോക്കിയാണ്. വലിയവരുടെ ഗുളിക പൊട്ടിച്ച് കൊടുക്കുന്നത് അപകടമാകാം. കൂടാതെ സിറപ്പ് കൊടുക്കുമ്പോൾ ശരിയായ അളവ് നോക്കി മാത്രം കൊടുക്കണം. ഒരു പ്രധാന കാര്യം, പനി മാറുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും മരുന്ന് കൊടുക്കരുത്. മറ്റൊരു പ്രധാന അറിയിപ്പ്, ആസ്പിരിൻ എന്ന മരുന്ന് ചെറിയ കുട്ടികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കൊടുക്കരുത്. കാരണം അപൂർവമായെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ചിലർക്ക് അലർജി ലക്ഷണങ്ങളും വരാം. ശരീരത്തിൽ ചൊറിച്ചിൽ, ചുവന്ന പാടുകൾ, മുഖം വീർക്കൽ, ശ്വാസം മുട്ടൽ എന്നിവ. ഇങ്ങനെ വന്നാൽ ഉടനെ തന്നെ മരുന്ന് നിർത്തി ഉടൻ ചികിത്സ തേടണം. ഡോക്ടർ പറഞ്ഞ അളവിലും സമയത്തും മാത്രം മരുന്ന് ഉപയോഗിക്കുക. സ്വയം ചികിത്സ പരമാവധി ഒഴിവാക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി.